ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഒരു കമ്പനിയിൽ ജോബ് വാക്കൻസി ഉണ്ടോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് എച്ച് എന്നുള്ളത് ഒരു ഹയറിംഗ് മാനേജർ ആണെന്ന് സങ്കല്പിക്കാം. ഐ എന്നുള്ളത് ഞാനാണെന്ന് സങ്കല്പിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ മേ ഐ ഹെൽപ്പ് യു? എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? ഹൗ മേ ഐ ഹെൽപ്പ് യു? ഹലോ, ഐ എം മീര. ഐ എം കോളിംഗ് ടു ആസ്ക് about any job opportunities in your company. Please repeat. I am calling to ask about any job opportunities in your company. ഇതിൻ്റെ അർത്ഥം വരുന്നത് നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നതാണ്. ഐ എം കോളിംഗ് ടു ആസ്ക് അബൌട്ട് എനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ യുവർ കമ്പനി. ഇതല്ലാതെ മറ്റൊരു സിറ്റുവേഷൻ, എവിടെയെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ HR വിളിച്ച് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഐ സോ യുവർ ജോബ് അഡ്വർടൈസ്മെൻറ്റ് ഓൺ naukri.com ഫോർ അക്കൗണ്ട്സ് മാനേജർ. അക്കൗണ്ട്സ് മാനേജറിൻ്റെ വാക്കൻസി naukri.com ഞാൻ കണ്ടിരുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു എക്സാമ്പിളായിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ സെൻറ്റൻസിൽ മാറ്റം വരുത്താം. സോ ദാറ്റ് പൊസിഷൻ ഈസ് സ്റ്റിൽ ഓപ്പൺ ഓർ ഇറ്റ്സ് ക്ലോസ്ഡ്. ഇപ്പോഴും ആ വേക്കൻസി അവിടെ ഉണ്ടോ അതോ അത് ക്ലോസ് ചെയ്തോ എന്നതാണ് ഇതിൻ്റെ മീനിങ്. HR, യെസ്, ദി പൊസിഷൻ ഈസ് സ്റ്റിൽ ഓപ്പൺ. ആ ഒരു വേക്കൻസി ഇപ്പോഴും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദിസ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. ഈ ജോലിക്കായി അപ്ലൈ ചെയ്യണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാൻ യു ബ്രീഫ് മീ അബൌട്ട് യുവർ പ്രൊഫൈൽ? നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നതിനെക്കുറിച്ച് ചുരുക്കത്തിൽ പറയാമോ എന്നതാണ് ഇവിടെ പറയുന്നത്. ഇതല്ലാതെ ഇങ്ങനെയും ചോദിക്കാം. മേ ഐ നോ യുവർ ക്വാളിഫിക്കേഷൻ എന്നും ചോദിക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പറയാമോ എന്നും ചോദിക്കാം. ഇങ്ങനെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് തുടങ്ങാം. അതുകൂടാതെ ഒരു സർട്ടിഫൈഡ് കോഴ്സ് മറ്റ് പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ABC അറ്റ് ABC യൂണിവേഴ്സിറ്റി ആൻഡ് ഐ ഹാവ് ഡൺ എ സർട്ടിഫൈഡ് കോഴ്സ് ഇൻ ABC. ഇവിടെ ABC എന്ന് പറയാൻ കാരണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അതനുസരിച്ച് അതിന് പേര് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞ ശേഷം നമുക്ക് ചോദിക്കാം, ഈ ക്വാളിഫിക്കേഷന് യോജിക്കുന്ന ഒരു വാക്കൻസി നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടോ എന്ന് ചോദിക്കാം. ഡു യു ഹാവ് എനി സ്യൂട്ടബിൾ ഓപ്പണിങ്സ് ഇൻ യുവർ ഓർഗനൈസേഷൻ? ഡു യു ഹാവ് എനി സ്യൂട്ടബിൾ ഓപ്പണിങ്സ് ഇൻ യുവർ ഓർഗനൈസേഷൻ? സോറി മീര, കറൻ്റ്ലി വി ഡോണ്ട് ഹാവ് എനി ഓപ്പണിങ്സ്. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വാക്കൻസി ഈ കമ്പനിയിൽ ഇല്ല എന്നതാണ് HR ഇവിടെ പറയുന്നത്. ക്യാൻ ഐ സെൻഡ് യു മൈ റെസ്യൂം ഇൻ കേസ് എനി ഓപ്പണിങ്സ് കം അപ്പ് ഇൻ ദ ഫ്യൂച്ചർ? ഭാവിയിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു വാക്കൻസി ഈ കമ്പനിയിൽ വരികയാണെങ്കിൽ എൻ്റെ റെസ്യൂം പരിഗണിക്കാനായി ഞാൻ അയക്കട്ടെ എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഐ വിൽ സെൻഡ് യു ദ ഇമെയിൽ അഡ്രസ് ടു വിച്ച് യു ക്യാൻ സെൻഡ് യുവർ റെസ്യൂം. ഓക്കെ, ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് അയക്കാം, അതിലേക്ക് നിങ്ങളുടെ റെസ്യൂം അയച്ചോളൂ. ഐ വിൽ സെൻഡ് യു ദ ഇമെയിൽ അഡ്രസ് ടു വിച്ച് യു ക്യാൻ സെൻഡ് യുവർ റെസ്യൂം. ഈ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ അവസാനിപ്പിക്കാം. താങ്ക്സ് എ ലോട്ട് ഫോർ ദ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.